Hi all, welcome to iPlus Training Solutions. ഞാൻ ആര്യ. അപ്പോൾ നമ്മൾ കേറ്റഡ് കാറ്റഗറി 2 സോഷ്യൽ സയൻസിൻ്റെ ടോപ്പിക്സ് ആയിരുന്നു ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. നമ്മൾ ജോഗ്രഫിയുടെ ഭാഗമാണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഇന്ന് ജോഗ്രഫിയിൽ നമുക്ക് കേരള ഫിസിയോഗ്രഫി, അതായത് കേരളത്തിൻ്റെ ഭൂമിശാസ്ത്രമാണ് ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് പോകാം. കേരള ഭൂമിശാസ്ത്രം. കേരളത്തിൻ്റെ വിസ്തീർണം 38,863 ചതുരശ്ര കിലോമീറ്റർ ആയിരുന്നു. അപ്പോൾ നമ്മൾ കേരളത്തെക്കുറിച്ച് പഠിക്കുമ്പോൾ, കേരളത്തിൻ്റെ ഭൂമിശാസ്ത്രം പഠിക്കുമ്പോൾ ടോട്ടൽ എത്ര ഏരിയ ഉണ്ട്, എത്ര നോർത്ത് സൗത്ത് അല്ലെങ്കിൽ നോർത്ത് സൗത്ത്, അതേപോലെ തന്നെ ഈസ്റ്റ് വെസ്റ്റ് എത്ര കിലോമീറ്റർ ഉണ്ട്, എത്ര കടൽ തീരമുണ്ട്, അങ്ങനെ എല്ലാ കാര്യങ്ങളും കേരളത്തിൻ്റെ ഫിസിയോഗ്രഫി എന്ന് പറയുമ്പോൾ എല്ലാ കാര്യങ്ങളും വരും അല്ലേ. ഭൂമിശാസ്ത്രത്തിൽ കേരളത്തിൽ നദികൾ, പിന്നെ കാലാവസ്ഥ, ഇതെല്ലാം വരും. അപ്പോൾ നമുക്ക് ഓരോ ടോപ്പിക്സ് ആയിട്ട് ഡിസ്കസ് ചെയ്യാം. ആദ്യം ഇതിൻ്റെ വിസ്തീർണം എന്ന് പറയുന്നത് എത്രയാണ്? 38,863 കിലോമീറ്റർ ആണ് കേരളത്തിൽ. അത്രയും സ്ക്വയർ കിലോമീറ്റർ ആണ് കേരളത്തിൻ്റെ ടോട്ടൽ വിസ്തീർണം എന്ന് പറയുന്നത്. ടോട്ടൽ വിസ്തീർണം എത്രയാണ്? 38,863 ചതുരശ്ര കിലോമീറ്റർ ആണ്. ഇന്ത്യൻ യൂണിയൻ്റെ ആകെ വിസ്തൃതിയുടെ എത്ര ശതമാനമാണ് കേരളം? 1.18% മാത്രമാണ് കേരളം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇന്ത്യയുടെ ടോട്ടൽ ഏരിയ എടുത്തു കഴിഞ്ഞാൽ കേരളം എത്ര മാത്രമേ ഉള്ളൂ? 1.18% മാത്രമേ ഉള്ളൂ. 1.18% ആണ് കേരളത്തിൻ്റെ ടോട്ടൽ ഏരിയ എന്ന് പറയുന്നത്. ടോട്ടൽ ഇന്ത്യൻ യൂണിയൻ എടുത്തു കഴിഞ്ഞാൽ എത്ര വരും? 1.18 ആണ് വരുന്നത്. കേരളത്തിൻ്റെ തെക്ക് വടക്ക് ദൂരം എന്ന് പറയുന്നത് 560 കിലോമീറ്റർ ആണ്. കേരളത്തിൻ്റെ തെക്ക് വടക്ക് ദൂരം എത്രയാണ്? 560 കിലോമീറ്റർ. ടോട്ടൽ കേരളത്തിൻ്റെ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എത്രയാണ്? 38,863 ആണ്. അതിൽ ഇന്ത്യൻ യൂണിയൻ്റെ ടോട്ടൽ ഏരിയ എടുത്തു കഴിഞ്ഞാൽ കേരളത്തിൻ്റെ ആ ഏരിയ എന്ന് പറയുന്നത് 1.18% ആണ്. അതുപോലെ തെക്ക് വടക്ക് ദൂരം എന്ന് പറയുമ്പോൾ നോർത്ത് ഈസ്റ്റ് ഡിസ്റ്റൻസ്. അപ്പോൾ നോർത്ത് മുതൽ സൗത്ത് വരെ കേരളത്തിന് എത്ര ദൂരമുണ്ട്? 560 കിലോമീറ്റർ ആണ് ഉള്ളത്. കേരളത്തിൻ്റെ കടൽ തീരത്തിൻ്റെ നീളം എന്ന് പറയുന്നത് 590 കിലോമീറ്റർ. അപ്പം 560 ആണ് നോർത്ത് സൗത്ത് ഡിസ്റ്റൻസ്. കേരളത്തിൽ നോർത്ത് സൗത്ത് എന്ന് പറയുന്നത് അതായത് തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ എത്രയാണ്? 560 കിലോമീറ്റർ ആണ്. കേരളത്തിൻ്റെ കടൽ തീരമോ 590 കിലോമീറ്റർ ആണ് കേട്ടോ. കേരളത്തിൻ്റെ കടൽ തീരം എന്ന് പറയുന്നത് 590 കിലോമീറ്റർ ആണ് കേരളത്തിലെ കടൽ തീരം. ഭൂപ്രകൃതി അനുസരിച്ച് കേരളത്തെ 3ആയി തരംതിരിച്ചിരിക്കുന്നു: മലനാട്, ഇടനാട്, തീരപ്രദേശം. അപ്പോൾ കേരളത്തിൻ്റെ ഭൂപ്രകൃതി അനുസരിച്ച് കേരളത്തെ നമ്മൾ 3 തട്ടുകളായിട്ട് അല്ലെ 3 രീതിയിൽ തരംതിരിച്ചിട്ടുണ്ട്. എങ്ങനെയാണ്? മലനാട്, ഇടനാട്, തീരപ്രദേശം. അപ്പോൾ ഒന്നുകൂടി പറയാം, കേരളത്തിൻ്റെ ഭൂമിശാസ്ത്രം എന്ന് പറയുന്നത് 38,863 കിലോമീറ്റർ ആണ് ടോട്ടൽ ഏരിയ എന്ന് പറയുന്നത്. അതിൽ 560 കിലോമീറ്റർ എന്ന് പറയുന്നത് എന്താണ്? നോർത്ത് സൗത്ത് ഡിസ്റ്റൻസും അതേപോലെ തന്നെ 590 കിലോമീറ്റർ എന്ന് പറയുന്നത് കേരളത്തിൻ്റെ കടൽ തീരവുമാണ് അല്ലേ. ഇനി ഭൂമിശാസ്ത്രപരമായിട്ട് അല്ലെ ഭൂപ്രകൃതി അനുസരിച്ച് കേരളത്തെ നമ്മൾ 3ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്: മലനാട്, ഇടനാട്, തീരപ്രദേശം. ഇങ്ങനെ മൂന്ന് ഏരിയാസ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? കേരളത്തെ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അതിൽ ഫസ്റ്റ് വൺ എന്ന് പറഞ്ഞാൽ മലനാട്. കേരളത്തിൻ്റെ കിഴക്ക് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്നു. ഇപ്പോൾ കേരളത്തിൻ്റെ കിഴക്ക് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ആ ഒരു അല്ല ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ആ ഏരിയയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? മലനാട് എന്ന് പറയുന്നത്. പശ്ചിമഘട്ടത്തിൻ്റെ തെക്കേ അറ്റത്ത് സ്ഥിതി ചെയ്യുന്ന മലനിരയാണ് അഗസ്ത്യാർകൂടം. അപ്പം നമ്മൾ പറഞ്ഞു കേരളത്തിൻ്റെ കിഴക്ക് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന മലനിരകളെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? മലനാട് എന്ന് പറയുന്നത്. ഇനി പശ്ചിമഘട്ടത്തിൻ്റെ തെക്കേ അറ്റത്ത് സ്ഥിതി ചെയ്യുന്ന പർവ്വതനിര, അതായത് കേരളത്തിൻ്റെ ആ തെക്കേ അറ്റത്ത് സ്ഥിതി ചെയ്യുന്ന പർവ്വതനിരയ്ക്കാണ് അഗസ്ത്യാർകൂടം. ആ പർവ്വതത്തിന് നമ്മൾ എന്ത് പേര് പറയും? അഗസ്ത്യാർകൂടം എന്ന് പേര് പറയും. മലനാട് പ്രദേശത്ത് പ്രധാനമായും കൃഷി ചെയ്യുന്ന കാർഷിക വിളകളാണ് തേയില, കാപ്പി, ഏലം. അപ്പം മലനാട് ആ ഒരു പ്രദേശത്ത് കൃഷി ചെയ്യുന്ന വിളകൾ ഏതൊക്കെയാണ്? തേയില, കാപ്പി, ഏലം. അപ്പം ഉയർന്ന പ്രദേശങ്ങളിൽ കാപ്പിയും തേയിലയൊക്കെയാണ്. അപ്പം ഇവിടെ മൂന്നാർ പോലുള്ള സ്ഥലങ്ങൾ എടുക്കുകയാണെങ്കിൽ ഉയർന്നു നിൽക്കുന്ന പ്രദേശമാണ് അല്ലേ. അപ്പോൾ അവിടെ കൃഷി ചെയ്യുന്ന എന്തൊക്കെയാണ്? കാപ്പി, തേയില, ഏലം പോലുള്ള കാര്യങ്ങളാണ് അവിടെ കൃഷി ചെയ്യുന്നത്. അപ്പം മലനാട് മേഖലയിൽ പ്രധാനമായിട്ട് കൃഷി ചെയ്യുന്ന കാർഷിക വിളകളാണ് തേയില, കാപ്പി, ഏലം. പശ്ചിമഘട്ട മലനിരയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയാണ് ആനമുടി. അപ്പോൾ പശ്ചിമഘട്ടത്തിൽ അതായത് വെസ്റ്റേൺ ഗാട്ട്സിൽ സ്ഥിതി ചെയ്യുന്ന ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയാണ് ആനമുടി. കേരളത്തിലെയും ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏതാണ്? ആനമുടിയാണ്. അപ്പോൾ അതിൻ്റെ ഉയരവും കൂടി ഒന്ന് ഓർത്തിരിക്കുക. 2695 മീറ്റർ. 2695 മീറ്ററാണ് ആനമുടിയുടെ ഹൈറ്റ് എന്ന് പറയുന്നത്. കേരളത്തിലെ ഏറ്റവും ഉയരം കൂടിയ
കൊടുമുടി എന്ന് പറയുന്നത് ഏതാണ്? ആനമുടിയാണ്. ഇനി കേരളത്തിലെ രണ്ടാമത്തെ ഉയരം കൂടിയ കൊടുമുടിയാണ് മീശപ്പുലിമല. അപ്പം ഒന്നാമത്തെ ഉയരം കൂടിയ കൊടുമുടി എന്ന് പറയുന്ന ആനമുടിയും രണ്ടാമത്തെ ഉയരം കൂടിയ കൊടുമുടി ഏതാണ്? മീശപ്പുലിമലയാണ് അല്ലേ. മീശപ്പുലിമലയുടെ ഉയരം എന്ന് പറയുന്നത് 2640 മീറ്റർ. 2640 മീറ്റർ ആണ് മീശപ്പുലിമലയുടെ ഉയരം എന്ന് പറയുന്നത്. അപ്പം ഒന്നാമത്തെ ഉയരം കൂടിയ കൊടുമുടി ആനമുടി 2695 മീറ്ററും രണ്ടാമത്തെ ഉയരം കൂടിയ കൊടുമുടിയാണ് മീശപ്പുലിമല. അതെവിടെയാണ്? അതിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത് 2640 മീറ്ററാണ്. മീശപ്പുലിമല സ്ഥിതി ചെയ്യുന്നത് ഇടുക്കിയിലാണ് കേട്ടോ, അതുകൂടി ഓർത്തിരിക്കുക. അടുത്തത് ഇടനാട്. അപ്പോൾ മലനാടിൻ്റെ കാര്യങ്ങൾ പറഞ്ഞ് പ്രധാനമായിട്ടും ഏതാണ്? കിഴക്ക് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ഉയരമുള്ള പ്രദേശത്തെയാണ് മലനാട് എന്ന് പറയുന്നത്. പിന്നെ അവിടെ കൃഷി ചെയ്യുന്ന പ്രധാനപ്പെട്ട കാർഷിക വിളകളാണ് തേയില, കാപ്പി, ഏലം പോലുള്ളത്. പിന്നെ 2 കൊടുമുടികളുടെ കാര്യം പറഞ്ഞു. ഇനി നമ്മൾ നേരെ ഇടനാട്ടിലേക്ക് പോവുകയാണ്. ഏകദേശം 300 മുതൽ 600 മീറ്റർ വരെ ഉയരത്തിലുള്ള മേഖല. ഈ നമ്മൾ ഉയരം കണക്കാക്കുന്നത് എങ്ങനെയാണ്? സീ ലെവൽ വെച്ചിട്ടാണ് അല്ലേ. കടലിൻ്റെ ആ ഒരു കടലിൽ നിന്നുള്ള ഹൈറ്റ് വെച്ചിട്ടാണ് നമ്മൾ എന്താണ് മലനാട്, ഇടനാട്, തീരപ്രദേശം അങ്ങനെ 3ആയിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്യുന്നത്. അതായത് 300 മുതൽ 600 മീറ്റർ വരെ ഉയരമുള്ള പ്രദേശത്തെയാണ് ഇടനാട് എന്ന് പറയുന്നത്. കേരളത്തിലെ ആകെ വിസ്തൃതിയുടെ 42%. അപ്പോൾ ടോട്ടൽ കേരളം നമ്മൾ എത്ര പറഞ്ഞു? ഇന്ത്യൻ യൂണിയൻ്റെ 1.18% ആണെന്ന് പറഞ്ഞു അല്ലേ. അതിൽ കേരളത്തിൻ്റെ മൊത്തം വിസ്തൃതി എടുത്തു കഴിഞ്ഞാൽ അതായത് 38,863 സ്ക്വയർ കിലോമീറ്ററിൽ 42% എന്ത് തന്നെയാണ്? ഇടനാട് തന്നെയാണ്. അപ്പോൾ ഏറ്റവും കൂടുതലുള്ള ഏരിയ എന്ന് പറയുന്നത് എന്താണ്? ഇടനാടാണ്. ഓക്കെ. വടക്കൻ കേരളത്തിലെ ഇടനാടുകൾ പ്രധാനമായി കാണപ്പെടുന്നത് ലാറ്ററൈറ്റ് കുന്നുകൾ അല്ലെങ്കിൽ ചെങ്കൽ കുന്നുകൾ എന്ന് പറയും. ഇപ്പം വടക്കൻ കേരളത്തിലെ ഇടനാടുകളിൽ പ്രധാനമായിട്ട് കാണപ്പെടുന്ന കുന്നുകളാണ് ലാറ്ററൈറ്റ് കുന്നുകൾ. ലാറ്ററൈറ്റിൻ്റെ മലയാളത്തിൽ നമ്മൾ ചെങ്കൽ എന്ന് പറയാം അല്ലേ. ചെങ്കൽ കുന്നുകൾ കാണപ്പെടുന്നത് എവിടെയാണ്? വടക്കൻ കേരളത്തിലാണ് കൂടുതലായിട്ട് കാണപ്പെടുന്നത്. ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ സ്മാരകമായി പ്രഖ്യാപിച്ച ലാറ്ററൈറ്റ് കുന്നാണ് അങ്ങാടിപ്പുറം ലാറ്ററൈറ്റ് കുന്ന്. അപ്പം ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ, ഇന്ത്യയിലെ ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ എന്താണ് സ്മാരകമായിട്ട് കാണുന്ന ഒരു ലാറ്ററൈറ്റ് കുന്നാണ് അങ്ങാടിപ്പുറം ലാറ്ററൈറ്റ് കുന്ന്. ലാറ്ററൈറ്റ് കുന്ന് എന്ന് പറഞ്ഞാൽ ഇടനാടുകളിൽ നമ്മൾ കാണപ്പെടുന്ന ഒരു തരം കുന്നാണ്. എന്താ വടക്കൻ കേരളത്തിലെ ഇടനാടുകളിൽ കാണപ്പെടുന്നതാണ് ലാറ്ററൈറ്റ് കുന്നുകൾ. അതിൽ നമ്മൾ സ്മാരകമായിട്ട് ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ സ്മാരകമായിട്ട് പ്രഖ്യാപിച്ച ഒരു ലാറ്ററൈറ്റ് കുന്നാണ് അങ്ങാടിപ്പുറം ലാറ്ററൈറ്റ് കുന്ന്. കേരളത്തിൻ്റെ ഇടനാട് മേഖലയിൽ കൃഷി ചെയ്യുന്ന പ്രധാന കാർഷിക വിളകളാണ് നെല്ല്, വാഴ, മരച്ചീനി, കുരുമുളക്, അടയ്ക്ക. അപ്പം ഇടനാട്ടിൽ വന്നപ്പോഴെന്താണ് കൃഷിക്ക് വീണ്ടും വ്യത്യാസം വന്നു അല്ലേ. മലനാട്ടിൽ നമ്മൾ ഏലവും കാപ്പിയൊക്കെ കൃഷി ചെയ്യും, എന്നുണ്ട് തേയിലയൊക്കെ കൃഷി ചെയ്യും. ഇടനാട്ടിലേക്ക് വന്നപ്പോഴെന്താണ് നെല്ല്, വാഴ, മരച്ചീനി, കുരുമുളക്, അടയ്ക്ക ഇതൊക്കെയാണ് ഇവിടെ കൃഷി ചെയ്യുന്നത്, ഇടനാട്ടിൽ കൃഷി ചെയ്യുന്നത്. അപ്പോൾ ഏതൊക്കെയാണ്? നെല്ല്, വാഴ, മരച്ചീനി, കുരുമുളക്, അടയ്ക്ക പോലുള്ള കാർഷിക വിളകളാണ് നമ്മൾ ഇടനാട്ടിൽ കൃഷി ചെയ്യുന്നത്. ഇനി അടുത്ത തീരപ്രദേശം. കേരളത്തിൻ്റെ വിസ്തൃതിയുടെ 10% തീരപ്രദേശമാണ്. നമ്മൾ പറഞ്ഞു ഇടനാട് 42%. ഏറ്റവും കൂടുതൽ കേരളത്തിൻ്റെ ഭൂവിസ്തൃതിയുടെ കൂടുതൽ പെർസെൻറ്റേജ് എന്ന് പറഞ്ഞ ഏതാണ്? ഇടനാടാണ്. അതിൽ 10% എന്താണ്? എന്തെന്ന് പറഞ്ഞാൽ മലനാടാണ് അല്ലേ. അപ്പം തന്നെ 52% അല്ലേ. ഇനി എത്ര ഉണ്ട്? 48%. അപ്പം ഏറ്റവും കൂടുതലുള്ളത് മലനാടാണ് കേട്ടോ. സോറി, അത് പറഞ്ഞതിനകത്തൊരു മിസ്റ്റേക്കാണ്. അപ്പം 42% ഇടനാട്, 10% തീരദേശം. അപ്പോൾ 52%. പിന്നീട് എത്ര വരും? 48% വരും അല്ലേ. അപ്പോൾ ഏറ്റവും കൂടുതലുള്ളത് മലനാട് തന്നെയാണ്, ഇടനാടല്ല മലനാടാണുള്ളത് കേട്ടോ. തീരസമതലം ഏറ്റവും കൂടുതൽ വീതിയിൽ കാണപ്പെടുന്നത് കേരളത്തിൻ്റെ മധ്യഭാഗത്താണ്. അപ്പോൾ തീരപ്രദേശം ഏറ്റവും കൂടുതൽ വീതിയിൽ കാണപ്പെടുന്നത് എവിടെയാണ്? കേരളത്തിൻ്റെ മധ്യഭാഗത്താണ്. മധ്യഭാഗം എന്ന് പറയുമ്പോൾ എവിടെയാണ്? ഇവിടെ മധ്യ കേരളം എന്ന് പറയുമ്പോൾ എറണാകുളം, തൃശ്ശൂർ ആ ഒരു സൈഡാണ്. അപ്പോൾ പാലക്കാട് സൈഡ് അവിടെയാണ് എന്താണ് തീരപ്രദേശം എന്താണ് കൂടുതൽ വീതിയിൽ കാണപ്പെടുന്ന ഏരിയ എന്ന് പറയുന്നത് കേരളത്തിൻ്റെ മധ്യഭാഗത്താണ്. ഇന്ത്യയിലെ ഏറ്റവും താഴ്ന്ന പ്രദേശമാണ് കുട്ടനാട്. അപ്പോൾ ഇന്ത്യയിലെ ഏറ്റവും ആദ്യം വെള്ളം കയറുന്ന സ്ഥലം കുട്ടനാടാണ് അല്ലേ. ആലപ്പുഴ ജില്ലയിലെ കുട്ടനാടാണ്. അപ്പോൾ ഇന്ത്യയിലെ തന്നെ ഏറ്റവും താഴ്ന്ന പ്രദേശമാണ് എന്തെന്ന് പറയുന്നത്? കുട്ടനാടെന്ന് പറയുന്നത്. കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ ബീച്ചാണ് മുഴുപ്പിലങ്ങാടി. അപ്പോൾ കണ്ണൂർ ജില്ലയിലെ മുഴുപ്പിലങ്ങാടി ബീച്ചാണ് കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ ബീച്ച്. ഡ്രൈവിൻ ബീച്ച് എന്നൊക്കെ പറയും. അവിടെ നമുക്ക് എന്ത് ചെയ്യാം? ബീച്ചിൻ്റെ സൈഡിൽ കൂടെ നമുക്ക് ഡ്രൈവ് ചെയ്യാൻ പറ്റും. ഡ്രൈവിൻ ബീച്ച് എന്നറിയപ്പെടുന്നത് ഏത് തന്നെയാണ്? മുഴുപ്പിലങ്ങാടി ബീച്ച് തന്നെയാണ്. തീരപ്രദേശത്തെ പ്രധാന കാർഷിക വിളകളാണ് നെല്ല്, തെങ്ങ്. തീരപ്രദേശത്ത് നമ്മൾ എന്തൊക്കെയാണ് കൃഷി ചെയ്യുന്നത്? നെല്ലും തെങ്ങുമാണ് കൂടുതലായിട്ട് കൃഷി ചെയ്യുന്നത്. അപ്പോൾ ഇടനാട്ടിൽ കൃഷി ചെയ്യുന്ന നെല്ല് എവിടെയും കൃഷി ചെയ്യാം, തീരപ്രദേശത്ത് നമുക്ക് കൃഷി ചെയ്യാം. തെങ്ങും നെല്ലുമാണ് തീരപ്രദേശത്തെ പ്രധാനപ്പെട്ട കാർഷിക വിളകൾ എന്ന് പറയുന്നത്. ഏറ്റവും കൂടുതൽ കടൽത്തീരമുള്ള കേരളത്തിലെ ജില്ലയാണ് കണ്ണൂർ. അപ്പോൾ ഏറ്റവും കൂടുതൽ കടൽത്തീരമുള്ള ജില്ല ഏതാണ്? കണ്ണൂർ
കണ്ണൂർ ജില്ലയാണ് ഏറ്റവും കൂടുതൽ, കേരളത്തിലെ ഏറ്റവും കൂടുതൽ കടൽത്തീരമുള്ള ജില്ല എന്ന് പറയുന്നത് കണ്ണൂരാണ്. ഏറ്റവും കുറവ് കടൽത്തീരമുള്ള ജില്ലയാണ് കൊല്ലം. ഓക്കെ, രണ്ടും കായാണ്, കണ്ണൂർ കൊല്ലം. കണ്ണൂർ ഏറ്റവും കൂടുതലും, കൊല്ലത്ത് എന്താണ് ഏറ്റവും കുറവ് കടൽത്തീരമുള്ളത് കൊല്ലത്താണ്. ഏറ്റവും കൂടുതൽ കടൽത്തീരമുള്ള താലൂക്ക് ചേർത്തല. ആലപ്പുഴ ജില്ലയിലെ ചേർത്തല താലൂക്കിലാണ് ഏറ്റവും കൂടുതൽ കടൽത്തീരം ഉള്ളത്. ഇനി കേരളത്തിൽ കടൽത്തീരമില്ലാത്ത ഏക കോർപ്പറേഷനാണ് തൃശ്ശൂർ. അപ്പോൾ കേരളത്തിൽ കടൽത്തീരം ഇല്ലാത്ത കോർപ്പറേഷൻ ഏതാണ്? തൃശ്ശൂരാണ്. അപ്പോൾ 6 കോർപ്പറേഷൻസ് ആണുള്ളത്. ഏതൊക്കെയാണ്? തിരുവനന്തപുരം, കൊല്ലം, തൃശ്ശൂർ, എറണാകുളം, പിന്നെ ഏതാണ്? കണ്ണൂർ, കാസർഗോഡ്. ഇതിൽ എവിടെയാണ് കോർപ്പറേഷൻ ഇല്ലാത്തത്? തൃശ്ശൂർ മാത്രമേ ഉള്ളൂ എന്താണ് ഇല്ലാത്തത്? കടൽത്തീരം ഇല്ലാത്തൊരു കോർപ്പറേഷൻ എന്ന് പറഞ്ഞത് ഏതാണ്? തൃശ്ശൂരാണ്. ബാക്കി 5 കോർപ്പറേഷനിലും എന്തുണ്ട്? കടൽത്തീരം ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇതൊന്നുകൂടെ ഓർത്തിരിക്കുക. ഏറ്റവും വലിയ കടൽത്തീരമുള്ള ജില്ല എന്ന് പറയുന്നത് കണ്ണൂർ, കുറവ് കടൽത്തീരമുള്ളത് ഏതാണ്? കൊല്ലം. പിന്നെ ഏറ്റവും കൂടുതൽ കടൽത്തീരമുള്ള താലൂക്ക് എന്ന് പറയുന്നത് ചേർത്തല താലൂക്കാണ്. പിന്നീട് നമ്മൾ പറഞ്ഞ എന്താണ്? കടൽത്തീരം ഇല്ലാത്ത ഏക കോർപ്പറേഷൻ ഏതാണ്? തൃശ്ശൂരാണ്. ഓക്കെ, അടുത്തത് ഇനി കേരളത്തിൻ്റെ ഭൂപ്രകൃതി അല്ലെ ഭൂമിശാസ്ത്രമായിട്ട് ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ് നദികൾ എന്ന് പറയുന്നത്. ഓക്കെ, കേരളത്തിലെ നദികളുടെ എണ്ണം 44. നമ്മൾക്കറിയാം കേരളത്തിൽ എത്ര നദികളുണ്ട്? 44 നദികളാണ് കേരളത്തിൽ മൊത്തത്തിലുള്ളത്. 15 കിലോമീറ്ററോ അതിൽ കൂടുതലോ നീളമുള്ള പുഴയാണ് കേരളത്തിൽ നദിയായി കണക്കാക്കുന്നത്. അപ്പോൾ കേരളത്തിൽ 15 കിലോമീറ്ററോ അല്ലെ അതിൽ കൂടുതലോ ഒഴുകുന്ന ഒരു പുഴയാണ് നമ്മൾ എന്തെന്ന് പറഞ്ഞത്? നദി എന്ന പേരിൽ കണക്കാക്കുന്നത്. അപ്പോൾ 15 കിലോമീറ്റർ എങ്കിലും മിനിമം വേണം അതിന് നദി എന്നുള്ളൊരു പേര് അതിന് പറയണം എന്നുണ്ടെങ്കിൽ. ഓക്കെ, പടിഞ്ഞാറോട്ട് ഒഴുകുന്ന നദികളുടെ എണ്ണം 41. അപ്പോൾ മൊത്തത്തിൽ 44 നദികളാണ് കേരളത്തിലുള്ളത് എങ്കിലും 41 നദികൾ എങ്ങോട്ടാണ് ഒഴുകുന്നത്? പടിഞ്ഞാറോട്ടും 3 നദികൾ കിഴക്കോട്ടും ഒഴുകുന്നത്. അപ്പം 41 നദികൾ പടിഞ്ഞാറോട്ടാണ് ഒഴുകുന്നത്. കേരളത്തിൽ കിഴക്കോട്ട് ഒഴുകുന്ന നദികളാണ് 3 എണ്ണം. ഏതൊക്കെയാണ്? കബനി, ഭവാനി, പാമ്പാർ. അപ്പോൾ കേരളത്തിൽ കിഴക്കോട്ട് ഒഴുകുന്ന നദികൾ ഏതൊക്കെയാണ്? കബനി, ഭവാനി, പാമ്പാർ. കിഴക്കോട്ട് ഒഴുകുന്ന 3 നദികൾ, പടിഞ്ഞാറോട്ട് ഒഴുകുന്നത് 41. അങ്ങനെയാണ് ടോട്ടൽ 44 നദികൾ. ഇനി 15 കിലോമീറ്ററോ അതിൽ കൂടുതലോ നീളത്തിൽ ഒഴുകുന്ന പുഴകളെയാണ് നമ്മൾ എന്തെന്ന് പറഞ്ഞത്? നദികൾ എന്ന പേരിൽ അറിയപ്പെടുന്നത്. അതിലെ ഫസ്റ്റ് വൺ പെരിയാർ. ഏറ്റവും നീളം കൂടിയ നദിയാണ് പെരിയാർ. അപ്പോൾ കേരളത്തിലൂടെ ഒഴുകുന്നതിൽ ഏറ്റവും നീളം കൂടിയ നദിയാണ് എന്തെന്ന് പറഞ്ഞത്? പെരിയാർ. അല്ലെ കേരളത്തിലെ ഏറ്റവും വലിയ നദി എന്ന് പറയുന്നത് ഏതാണ്? പെരിയാറാണ്. അതിൻ്റെ എത്ര ദൂരം ഒഴുകുന്നുണ്ട്? 244 കിലോമീറ്റർ ഒഴുകുന്നുണ്ട്. പെരിയാറിൻ്റെ നീളം എന്ന് പറഞ്ഞത് 244 കിലോമീറ്റർ ആണ്. ഉത്ഭവം സഹ്യപർവ്വതത്തിലെ ശിവഗിരിമല. അപ്പം പെരിയാർ ഉത്ഭവിക്കുന്നത് എവിടെയാണ്? സഹ്യപർവ്വതത്തിലെ ശിവഗിരി മലയിലാണ് എന്തുത്ഭവിക്കുന്നത്? പെരിയാർ ഉത്ഭവിക്കുന്നത്. ശങ്കരാചാര്യർ പൂർണ്ണ എന്ന് പരാമർശിച്ച നദി. അപ്പോൾ ശങ്കരാചാര്യർ പെരിയാറിനെ എങ്ങനെ വിളിച്ചിരുന്നു? പൂർണ്ണ എന്ന പേരിൽ വിളിച്ചിരുന്നു. അല്ലെ അദ്ദേഹത്തിൻ്റെ എന്താണ് ഏതെങ്കിലും പുസ്തകത്തിലോ അദ്ദേഹത്തിൻ്റെ വാക്യങ്ങളിലോ ഒക്കെ പൂർണ്ണ എന്ന് അദ്ദേഹം ഉപയോഗിച്ചിരുന്നു. എന്തിനെ? പെരിയാറിനെ വിശേഷിപ്പിക്കാനായിട്ട്. ചൂർണി എന്ന് അർത്ഥശാസ്ത്രത്തിൽ പരാമർശിച്ചിരിക്കുന്ന നദി. അതേപോലെ എന്താണ് അർത്ഥശാസ്ത്രത്തിൽ പെരിയാറിനെ പരാമർശിച്ചിരിക്കുന്ന ഏത് പേരിലാണ്? ചൂർണി എന്നാണ്. അപ്പോൾ പേരുകൾ മാറിപ്പോകരുത്. ശങ്കരാചാര്യർ പൂർണ്ണ എന്നും അർത്ഥശാസ്ത്രത്തിൽ ചാണക്യൻ അല്ലെ കൗടില്യൻ്റെ അർത്ഥശാസ്ത്രത്തിൽ ചൂർണി എന്നും പരാമർശിച്ചിരിക്കുന്ന നദി ഏത് തന്നെയാണ്? പെരിയാർ തന്നെയാണ്. ഏറ്റവും കൂടുതൽ അണക്കെട്ടുകൾ നിർമ്മിച്ചിരിക്കുന്ന നദി ഏത് തന്നെയാണ്? പെരിയാറാണ്. അപ്പം പെരിയാറിലാണ് ഏറ്റവും കൂടുതൽ അണക്കെട്ടുകൾ സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ പെരിയാർ കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദിയാണ്. 244 കിലോമീറ്റർ ആണ് അതിൻ്റെ നീളം എന്ന് പറയുന്നത്. സഹ്യപർവ്വതത്തിലെ ശിവഗിരി മലയിലാണ് അത് ഉത്ഭവിക്കുന്നത്. ശങ്കരാചാര്യർ പൂർണ്ണ എന്നും അർത്ഥശാസ്ത്രത്തിൽ ചൂർണി എന്നും പരാമർശിക്കുന്ന നദി ഏത് തന്നെയാണ്? പെരിയാറാണ്. അതേപോലെ തന്നെ ഏറ്റവും കൂടുതൽ അണക്കെട്ടുകൾ സ്ഥിതി ചെയ്യുന്ന നദി ഏതാണ്? പെരിയാറാണ്. അടുത്തത് പെരിയാറിലെ ജലവൈദ്യുത പദ്ധതികളാണ് പള്ളിവാസൽ, ചെങ്കുളം, പന്നിയാർ, നേര്യമംഗലം. അപ്പോൾ പെരിയാറിലുള്ള 4 ജലവൈദ്യുത പദ്ധതികൾ ഏതൊക്കെയാണ്? പള്ളിവാസൽ, ചെങ്കുളം, നേര്യമംഗലം, പന്നിയാർ. ഈ 4 ജലവൈദ്യുത പദ്ധതികൾ ഹൈഡ്രോ ഇലക്ട്രിക് പ്രോജക്റ്റും എവിടെയാണ്? പെരിയാർ നദിയിലാണ് സ്ഥിതി ചെയ്യുന്നത്. പെരിയാറിൻ്റെ പതനസ്ഥാനം വേമ്പനാട്ട് കായൽ. അപ്പോൾ വേമ്പനാട്ട് കായൽ സഹ്യപർവ്വതത്തിലെ ശിവഗിരി മലയിൽ ഉത്ഭവിച്ച് വേമ്പനാട്ട് കായലിൽ പതിക്കുന്ന നദിയാണ് എന്തെന്ന് പറഞ്ഞത്? പെരിയാർ എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തത് ഭാരതപ്പുഴ. എത്ര കിലോമീറ്റർ ഒഴുകുന്നുണ്ട്? 209. അപ്പോൾ കേരളത്തിലെ 2ാമത്തെ വലിയ നദിയാണ് എന്തെന്ന് പറയുന്നത്? ഭാരതപ്പുഴ. ഏറ്റവും വലിയ നദി ഏതാണ്? പെരിയാറാണ്. 244 കിലോമീറ്റർ ആണ് അതിൻ്റെ നീളം എന്ന് പറയുന്നത്. 2ാമത്തെ വലിയ നദി ഭാരതപ്പുഴ. 209 കിലോമീറ്റർ ആണ് അതിൻ്റെ നീളം. കേരളത്തിലെ 2ാമത്തെ വലിയ നദി ഉത്ഭവം ആനമല. അപ്പോൾ ആനമലയിൽ നിന്നാണ് എന്ത് ഉത്ഭവിക്കുന്നത്? ഭാരതപ്പുഴ
ഉത്ഭവിക്കുന്നത് മാമാങ്കം നടന്നിരുന്ന നദീതീരം. അപ്പം എന്താണ് ഭാരതപ്പുഴയുടെ തീരത്താണ് അല്ലേ എന്ത് നടന്നിരുന്നത്? മാമാങ്കം. നിളയുടെ തീരത്തായിരുന്നു എന്താണ് മാമാങ്കം നടന്നിരുന്നത്. ഭാരതപ്പുഴയെ ശോകനാശിനി പുഴ എന്ന് വിശേഷിപ്പിച്ചത് തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ. അപ്പം മലയാള ഭാഷയുടെ പിതാവായ എഴുത്തച്ഛനാണ് ഭാരതപ്പുഴയെ എന്തെന്ന് വിശേഷിപ്പിച്ചത്? ശോകനാശിനി പുഴ എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ. അപ്പം നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്ന ഭാരതപ്പുഴയാണ്. 209 കിലോമീറ്ററാണ് അതിൻ്റെ നീളം. കേരളത്തിലെ രണ്ടാമത്തെ വലിയ നദിയാണ്. പിന്നീട് എന്താണ് ഉത്ഭവിക്കുന്നത് എവിടെയാണ്? ആനമലയിലാണ് ഉത്ഭവിക്കുന്നത്. ശോകനാശിനി പുഴ എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? എഴുത്തച്ഛനാണ്. എന്താണ് മാമാങ്കം നടന്നിരുന്നത് എന്തിൻ്റെ തീരത്തായിരുന്നു? ഭാരതപ്പുഴയുടെ തീരത്തായിരുന്നു. അടുത്തത് ഭാരതപ്പുഴയിൽ സ്ഥിതി ചെയ്യുന്ന ഏറ്റവും വലിയ അണക്കെട്ടാണ് മലമ്പുഴ ഡാം. അപ്പോൾ ഭാരതപ്പുഴയിൽ സ്ഥിതി ചെയ്യുന്ന ഏറ്റവും വലിയ അണക്കെട്ടാണ് എന്തെന്ന് പറയുന്നത്? മലമ്പുഴ ഡാം. ഭാരതപ്പുഴയുടെ അഴിമുഖത്ത് സ്ഥിതി ചെയ്യുന്ന മത്സ്യബന്ധന തുറമുഖമാണ് പൊന്നാനി തുറമുഖം. അപ്പം ഭാരതപ്പുഴയുടെ അഴിമുഖത്ത് സ്ഥിതി ചെയ്യുന്ന തുറമുഖമാണ് പൊന്നാനി തുറമുഖം. ഭാരതപ്പുഴ പതിക്കുന്നത് അറബിക്കടലിൽ. നമ്മൾ നേരത്തെ പറഞ്ഞു പെരിയാർ പതിക്കുന്നത് എവിടെയാണ്? വേമ്പനാട്ട് കായലിലാണ് പതിക്കുന്നത്. എന്നാൽ ഭാരതപ്പുഴയോ അറബിക്കടലിലാണ് പതിക്കുന്നത്. അപ്പോൾ ആനമലയിൽ ഉത്ഭവിച്ച് അറബിക്കടലിൽ പതിക്കുന്ന ഒരു നദിയാണ് എന്തെന്ന് പറയുന്നത്? ഭാരതപ്പുഴ എന്ന് പറയുന്നത്. അതിൻ്റെ മറ്റൊരു പേരെന്താണ്? ശോകനാശിനി പുഴ എന്ന് പറയും. അങ്ങനെ ആരാണ് വിശേഷിപ്പിച്ചത്? തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ. ഓക്കെ. അടുത്തത് പമ്പാ നദി, 176 കിലോമീറ്റർ. അപ്പം ഒന്നാം സ്ഥാനം ആർക്കായിരുന്നു? പെരിയാറിനായിരുന്നു, 244 കിലോമീറ്റർ. രണ്ടാം സ്ഥാനം ഭാരതപ്പുഴ, 209 കിലോമീറ്റർ. പുഴകളിൽ മൂന്നാം സ്ഥാനം ആർക്കാണ്? പമ്പാ നദിക്കാണ്. 176 കിലോമീറ്ററാണ് പമ്പയുടെ നീളം എന്ന് പറയുന്നത്. കേരളത്തിലെ മൂന്നാമത്തെ നീളം കൂടിയ നദി. അപ്പം നീളത്തിൻ്റെ സ്ഥാനത്തിലെ മൂന്നാം സ്ഥാനം ആർക്കാണ്? പമ്പാ നദിക്കാണ്. ഉത്ഭവം പുളിച്ചിമല, ഇടുക്കി. അപ്പോൾ ഇടുക്കി ജില്ലയിലെ പുളിച്ചിമലയിലാണ് എന്ത് ഉത്ഭവിക്കുന്നത്? പമ്പാ നദി ഉത്ഭവിക്കുന്നത്. നമ്മൾ പറഞ്ഞു പെരിയാർ എവിടെയാണ്? സഹ്യപർവ്വതത്തിലെ ശിവഗിരി മലയിൽ നിന്ന്. ഭാരതപ്പുഴയാണെങ്കിൽ ആനമലയിൽ നിന്ന്. അതേപോലെ തന്നെ പമ്പാ നദി ആണെങ്കിലോ ഇടുക്കി ജില്ലയിലെ പുളിച്ചിമലയിൽ നിന്നാണ് ഉത്ഭവിക്കുന്നത്. പമ്പയുടെ ദാനം എന്നറിയപ്പെടുന്നത് കുട്ടനാടാണ്. അപ്പോൾ പമ്പയുടെ ദാനം നമ്മൾ പറഞ്ഞു കേരളത്തിലെ ഏറ്റവും താഴ്ന്ന പ്രദേശമാണ്, അല്ലെങ്കിൽ ഇന്ത്യയിലെ തന്നെ ഏറ്റവും താഴ്ന്ന പ്രദേശമാണ് കുട്ടനാട്. അപ്പോൾ കുട്ടനാടിനെ എങ്ങനെയാണ് അറിയപ്പെടുന്നത്? പമ്പയുടെ ദാനം എന്നാണ് അറിയപ്പെടുന്നത്. അപ്പം ഈ പമ്പാ തീരത്ത് വെച്ച് നടക്കുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് മാരാമൺ കൺവെൻഷൻ, ചെറുകോൽപ്പുഴ ഹിന്ദുമത സമ്മേളനം, ആറന്മുള വള്ളംകളി. ഇതെല്ലാം നടക്കുന്നത് എവിടെയാണ്? പമ്പാ നദിയുടെ തീരത്താണ്. മാരാമൺ കൺവെൻഷന്, ചെറുകോൽപ്പുഴ ഹിന്ദുമത സമ്മേളനം, അതേപോലെ തന്നെ എന്താണ് ആറന്മുള വള്ളംകളി. ഇത് മൂന്നും നടക്കുന്നത് എവിടെയാണ്? പമ്പാ നദിയുടെ തീരത്താണ്. തിരുവിതാംകൂറിൻ്റെ ജീവനാഡി. അപ്പം പമ്പയുടെ ദാനം എന്നറിയപ്പെടുന്നത് എന്താണ്? കുട്ടനാടാണ്. അതേപോലെ തന്നെ പമ്പ അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് തിരുവിതാംകൂറിൻ്റെ ജീവനാഡി എന്ന് അറിയപ്പെടുന്ന ഏത് നദിയാണ്? പമ്പാ നദിയാണ്. പതിക്കുന്നത് വേമ്പനാട്ട് കായലിൽ. അപ്പോൾ പെരിയാറിനെ പോലെ തന്നെ വേമ്പനാട്ട് കായലിൽ പതിക്കുന്ന മറ്റൊരു നദിയാണ് പമ്പാ നദി. എന്നാൽ ഭാരതപ്പുഴ എവിടെയാണ് പതിക്കുന്നത്? അറബിക്കടലിലാണ് പതിക്കുന്നത്. ഓക്കെ. അടുത്തത് മഞ്ചേശ്വരം പുഴ, 16 കിലോമീറ്റർ. നോക്കിയേ അതിൻ്റെ ഹൈറ്റ് അതിൻ്റെ നീളം എന്ന് പറയുന്നത് എത്രയാണ്? 16 കിലോമീറ്റർ. അപ്പോൾ കേരളത്തിലെ ഏറ്റവും ചെറിയ പുഴയാണ് എന്തെന്ന് പറയുന്നത്? മഞ്ചേശ്വരം പുഴ. നോക്കിയേ കേരളത്തിലെ ഏറ്റവും ചെറിയ നദി, കേരളത്തിലെ ഏറ്റവും വടക്കേ അറ്റത്തെ നദി. ഇപ്പോൾ കേരളത്തിലെ ഏറ്റവും വടക്ക് സ്ഥിതി ചെയ്യുന്ന നദി ഏത് തന്നെയാണ്? മഞ്ചേശ്വരം പുഴ. തെക്കേ അറ്റത്തെ നദി എന്ന് പറയുന്നത് നെയ്യാറാണ് കേട്ടോ. കേരളത്തിലെ ഏറ്റവും തെക്കേ അറ്റത്ത് സ്ഥിതി ചെയ്യുന്ന നദി എന്ന് പറയുന്നത് നെയ്യാറും, ഏറ്റവും വടക്കേ അറ്റത്ത് സ്ഥിതി ചെയ്യുന്ന നദി ഏതാണ്? മഞ്ചേശ്വരം പുഴയുമാണ്. ഏറ്റവും ചെറിയ നദി ഏത് തന്നെയാണ്? മഞ്ചേശ്വരം പുഴയാണ്. ഉത്ഭവം ബാലപ്പൂണി കുന്നുകൾ. അപ്പം മഞ്ചേശ്വരം പുഴ ഉത്ഭവിക്കുന്നത് ബാലപ്പൂണി കുന്നുകളിലാണ് ഉത്ഭവിക്കുന്നത്. തലപ്പാടിപ്പുഴ എന്നും അറിയപ്പെടുന്നു. അതിനെ അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് തലപ്പാടിപ്പുഴ. തലപ്പാടിപ്പുഴ എന്നറിയപ്പെടുന്നതും ഏത് നദി തന്നെയാണ്? മഞ്ചേശ്വരം പുഴ തന്നെയാണ്. അപ്പോൾ ഈ എക്സ്ട്രാ നമ്മൾ പറയുന്ന അല്ലെങ്കിൽ മറ്റു പേരുകളിൽ അറിയപ്പെടുന്ന ആ പേരുകൾ നിങ്ങൾ ഓർത്തിരിക്കണം. ചിലപ്പോൾ എക്സാമിന് ചോദിക്കുന്നത് അതായിരിക്കും, ഇങ്ങനെ പറയുന്നത് അപ്പോൾ തലപ്പാടിപ്പുഴ എന്നറിയപ്പെടുന്ന നദി ഏത്? അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വരാം. ഓക്കെ. തലപ്പാടിപ്പുഴ എന്ന് അറിയപ്പെടുന്ന നദി ഏത് തന്നെയാണ്? മഞ്ചേശ്വരം പുഴയാണ്. പതനസ്ഥാനം ഉപ്പളക്കായൽ. അപ്പോൾ ഉപ്പളക്കായലാണ് എന്ത് പതിക്കുന്നത്? മഞ്ചേശ്വരം പുഴ പതിക്കുന്നത്. ഓക്കെ. എവിടെയാ ഉത്ഭവിക്കുന്നത്? ബാലപ്പൂണി കുന്നുകളിൽ ഉത്ഭവിച്ച് ഉപ്പളക്കായലിൽ പതിക്കുന്ന ഒരു നദിയാണ് മഞ്ചേശ്വരം പുഴ. കേരളത്തിലെ ഏറ്റവും ചെറിയ നദിയാണ്. 16 കിലോമീറ്റർ ആണ് അതിൻ്റെ നീളം എന്ന് പറയുന്നത്. പിന്നെന്താണ്? കേരളത്തിലെ ഏറ്റവും വടക്കേ അറ്റത്തുള്ള നദിയും എന്തു തന്നെയാണ്? മഞ്ചേശ്വരം പുഴയാണ്. അടുത്തത് കിഴക്കോട്ടൊഴുകുന്ന നദികൾ.
ഇപ്പോൾ കേരളത്തിൽ കിഴക്കോട്ട് ഒഴുകുന്ന നദികൾ നമ്മൾ നേരത്തെ പറഞ്ഞു കേരളത്തിൽ ടോട്ടൽ 44 നദികളാണുള്ളത്. അതിൽ 41 നദികൾ പടിഞ്ഞാറോട്ടും 3 നദികളാണ് കിഴക്കോട്ട് ഒഴുകുന്നത് അല്ലേ. അപ്പോൾ അതിൽ കിഴക്കോട്ട് ഒഴുകുന്ന ഒന്നാമത്തെ നദിയാണ് കബനി നദി. നോക്കിക്കേ, വയനാട് ജില്ലയിൽ ഉത്ഭവിച്ച് കർണാടകത്തിലേക്ക് ഒഴുകുന്ന നദി. അപ്പം ഉത്ഭവം എവിടെയാണ്? വയനാട് ജില്ലയിലാണ് ഉത്ഭവിക്കുന്നത്. എന്നിട്ട് എവിടേക്കാണ്? കർണാടകത്തിലേക്ക് ഒഴുകുന്ന ഒരു നദിയാണ് കബനി എന്ന് പറയുന്നത്. ഉത്ഭവം തൊണ്ടാർമുടി. അപ്പോൾ തൊണ്ടാർമുടി എന്ന് പറയുന്ന സ്ഥലത്താണ് എന്ത് ഉത്ഭവിക്കുന്നത്? വയനാട് തന്നെയുള്ള തൊണ്ടാർമുടി എന്ന് പറയുന്ന സ്ഥലത്ത് ഉത്ഭവിക്കുന്ന നദിയാണ് കബനി. പക്ഷെ അത് കൂടുതൽ ഒഴുകുന്നത് എവിടെയാണ്? കർണാടകത്തിലാണ്. കേരളത്തിൽ ഒഴുകുന്നത് വളരെ കുറച്ചേ ഉള്ളൂ. പനമരം, മാനന്തവാടി എന്നീ നദികൾ കൂടിച്ചേർന്നാണ് കബനി നദി രൂപപ്പെട്ടത്. അപ്പോൾ കബനി നദി ഉത്ഭവിക്കുന്ന കബനി നദി ഉണ്ടാകുന്നത് 2 ചെറിയ നദികൾ ചേർന്നിട്ടാണ്. ആ നദികളുടെ പേരെന്തൊക്കെയാണ്? പനമരം പുഴ, അതേപോലെ തന്നെ മാനന്തവാടി പുഴ. ഈ 2 പുഴകൾ ഈ 2 നദികൾ ചേർന്നിട്ടാണ് എന്തായിട്ട് മാറുന്നത്? കബനി നദിയായിട്ട് മാറുന്നത്. കബനി നദിയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന ദേശീയ ഉദ്യാനമാണ് നാഗർഹോൾ ദേശീയ ഉദ്യാനം. അപ്പോൾ കബനി നദിയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന ദേശീയ ഉദ്യാനം, നാഷണൽ പാർക്കാണ് എന്ന് പറയുന്നത് നാഗർഹോൾ നാഷണൽ പാർക്ക്. അതെവിടെയാണ്? കർണാടകത്തിലാണ്, കേരളത്തിലല്ല. ഞാൻ നേരത്തെ പറഞ്ഞു കേരളത്തിലാണ് ഉത്ഭവിക്കുന്നതെങ്കിലും കുറച്ച് ദൂരം മാത്രമേ കേരളത്തിൽ ഒഴുകുന്ന ഒരു നദിയാണ് എന്തെന്ന് പറയുന്നത്? കബനി നദി എന്ന് പറയുന്നത്. കബനി നദി പതിക്കുന്നത് കാവേരി നദിയിൽ. അപ്പോൾ കബനി പതിക്കുന്ന ഏതാണ്? കാവേരി നദി. കാവേരിയുടെ ഒരു പോഷക നദിയാണ് കബനി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ കബനി നദി എന്ന് പറയുന്നത് എന്താണ്? പതിക്കുന്നത് എവിടെയാണ്? കാവേരി നദിയിലാണ് പതിക്കുന്നത്. കേരളത്തിൽ നിന്ന് കിഴക്കോട്ട് ഒഴുകുന്ന ഏറ്റവും വലിയ നദി. അപ്പം കിഴക്കോട്ട് ഒഴുകുന്ന നദികളിൽ ഏറ്റവും വലിയ നദിയാണ് ഏതെന്ന് പറയുന്നത്? കബനി നദി എന്ന് പറയുന്നത്. കേരളത്തിൽ കബനിയുടെ നീളം 57 കിലോമീറ്റർ. 57 കിലോമീറ്റർ മാത്രമാണ് കബനി നദി കേരളത്തിൽ ഒഴുകുന്നത്. ബാക്കി പൂർണ്ണമായിട്ടും എവിടെയാണ്? കർണാടകത്തിലാണ് കബനി നദി ഒഴുകുന്നത്. ഓക്കെ, അപ്പം ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇന്ന് ഈ ഒരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. അപ്പം ബാക്കി ടോപ്പിക്സുമായിട്ട് മറ്റൊരു ക്ലാസ്സിൽ വീണ്ടും കാണാം. ഓക്കെ, താങ്ക്